ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് മനസ്സിലോട്ട് സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ ഇവർ വിവാഹിതരായാൽ എന്ന പരമ്പരയുടെ കുറച്ച് നല്ല വിശേഷങ്ങളൊക്കെ കേട്ട് നോക്കിയാലോ. നമ്മുടെ ഭൂമിയുടെയും അജയുടെയും ഒക്കെ പുതിയ വിശേഷങ്ങളാട്ടോ. അപ്പം നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കേൾക്കാൻ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഒപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇതേ ചാനലിൽ തന്നെ നമ്മൾ രാവിലെ ഇവർ വിവാഹിതരായാൽ എന്ന ഈ പരമ്പര ഇടുന്നുണ്ട് 6 മണിക്ക്. അത് കഴിഞ്ഞ് നമ്മുടെ പവിത്രം എല്ലാ തിങ്കളാഴ്ചയും 12 മണിക്ക്. ഇപ്പം ഒറ്റ ദിവസമല്ലേ ഉള്ളൂ, ഞാൻ ഒറ്റ ദിവസമായിട്ടാണ് പവിത്രത്തിൻ്റെ എപ്പിസോഡുകൾ ഒരു 5 എണ്ണവും ഇടുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ 2:30 നമ്മുടെ കാറ്റത്തെ കിളിക്കൂടിൻ്റെ നാളത്തെ വിശേഷം ഇടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ 3 പരമ്പരകളും നല്ല രീതിയിലുള്ള ഒരു സപ്പോർട്ട് തന്ന് നിങ്ങളൊന്ന് ഞങ്ങളെ ഒന്ന് മുന്നോട്ട് നയിക്കണമെന്നുള്ള അഭ്യർത്ഥനയോട് കൂടിയാണ് പറയുന്നത്. ഇപ്പോൾ ഇച്ചിരി നമ്മുടെ 2 ചാനലുണ്ട്, സുമി മുഫാസ് മനസ്സിലുണ്ട്. അപ്പോൾ അതിലും നമ്മൾ മഴതോരും മുംബൈയും പിന്നെ സാന്ത്വനം 2 ഇടുന്നുണ്ട്. അത് ഇച്ചിരി ഡൗൺ ആണ്, എന്നാലും നിങ്ങളുടെയൊക്കെ സപ്പോർട്ടോട് കൂടി ഇനിയും മുന്നോട്ട് പോകണം എന്നുള്ള പ്രതീക്ഷയാണ്. അപ്പോൾ നല്ലൊരു സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ. അപ്പം നമുക്ക് അധികം വലിച്ചു നീട്ടി ബോറടിപ്പിക്കാണ്ട് നമുക്ക് ഇന്നത്തെ ഇവർ വിവാഹിതരായില്ലെന്ന പരമ്പരയുടെ പുതിയ വിശേഷങ്ങൾ കേൾക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ഭൂമി ആ കത്ത് കിട്ടിയ വിവരം നമ്മൾ അജയെ വിളിച്ചു പറഞ്ഞായിരുന്നല്ലോ. അങ്ങനെ അജയ് പെട്ടെന്ന് സ്റ്റേഷനിലോട്ട് വരാൻ പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് ചെല്ലാനായിട്ട് ഇറങ്ങിയപ്പോഴാണ് നമ്മുടെ അഞ്ജന കയറി തടസ്സം നിന്ന് ആ സ്റ്റെപ്പിൽ നിന്നൊക്കെ വീഴുന്നത്. അങ്ങനെ അഞ്ജനയും കൊണ്ട് ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ്. അപ്പം വലിയ കുഴപ്പമൊന്നുമില്ല, കൈക്ക് ചെറിയൊരു ഫ്രാക്ചറുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പം ആ ഹോസ്പിറ്റലിൽ നിൽക്കുന്ന സമയത്ത് അജയ് ആലോചിക്കുന്നുണ്ടായിരുന്നു, അയ്യോ ഭൂമിയോട് പിന്നെ പോലീസ് സ്റ്റേഷനിലോട്ട് വരാൻ പറഞ്ഞതാണ്, അപ്പോൾ ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടും ഉണ്ടാവില്ല ഭൂമി എന്ത് കരുതുമെന്തോ എന്നൊക്കെ ഉള്ള രീതിയിൽ അജയ് ചിന്തിച്ചുകൊണ്ട് നിൽക്കാൻ കേട്ടോ. ഈ സമയം ഭൂമി സ്റ്റേഷനിലോട്ട് എത്തുകയാണ്. പോലീസ് സ്റ്റേഷനിലെത്തുമ്പോൾ അജയ് വന്നിട്ടില്ല എന്ന് പറയണേ. അല്ല, അജയ് സാറ് വരുമെന്നാണല്ലോ പറഞ്ഞത്. പക്ഷെ എന്തായിരിക്കും ആ സമയത്ത് അജയ് നമ്മുടെ ഭൂമിയെ വിളിച്ച് കാര്യങ്ങളൊന്നും പറയണമല്ലോ. കാരണം ഇങ്ങനെ ഇന്നൊരു ആക്സിഡൻറ്റ് പോലെ ഉണ്ടായി എന്നും അതുകൊണ്ട് വരാൻ ഇപ്പോൾ പറ്റില്ല ഭൂമി എന്നൊക്കെ പറയാനായിട്ട് ഭൂമിയുടെ മൊബൈലിലോട്ട് വിളിച്ചിട്ട് കാര്യം പറയണ. ഇങ്ങനെ ഇന്നതുപോലെ അഞ്ജന ഒരു ചെറിയൊരു ആക്സിഡൻറ്റ് അഞ്ജനയ്ക്ക് ഉണ്ടായി വീട്ടിൽ വെച്ചിട്ട്, അപ്പോൾ അതുകൊണ്ട് ഹോസ്പിറ്റലിലാണ്, അപ്പോൾ ഭൂമി എനിക്ക് ഇപ്പോൾ ഇറങ്ങാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയണ. ആയിക്കോട്ടെ സാറേ എന്ന് പറഞ്ഞിട്ട് ഭൂമി വെക്കുകയാണ്. ഭൂമി ഒരു നിമിഷം ഇങ്ങനെ ആലോചിച്ചു, എന്തായിരിക്കും സാറിന് വരാനും പറ്റിയില്ല, ആകെ ഒരു ദുശകുനം പോലെ തന്നെ എല്ലാ കാര്യങ്ങളും. കാരണം തൻ്റെ അമ്മയെ എത്രയും വേഗം വെളിയിലിറക്കണം. ഒരു കൊലപാതകിയെ പോലെ എൻ്റെ അമ്മ ഇപ്പോൾ ഇരുമ്പഴിക്കുള്ളിൽ കഴിയാണ്. തൻ്റെ അച്ഛനും ഇല്ല, തൻ്റെ അമ്മയും ഇല്ല. ആ ഒരവസ്ഥ. ഭൂമിക്ക് വീട്ടിൽ പോകണമെന്ന് കൂടിയില്ല, കാരണം ആരും ഇല്ലാണ്ട് ഒറ്റയ്ക്ക് ഭൂമി അച്ഛനും അമ്മയും ഇല്ലാത്ത അവസ്ഥകളെന്ന് പറയുമ്പോൾ ഭൂമിക്ക് അത് ചിന്തിക്കാൻ കൂടി പറ്റാത്തൊരു സാഹചര്യമായിരുന്നു കേട്ടോ. അപ്പം ഭൂമി ആലോചിച്ച് ഒരു കാര്യം ചെയ്യാം, സാറ് വരുമ്പോഴേക്കും ഞാൻ എന്നാൽ സൗഭാഗ്യപുരത്തോട്ടൊന്ന് പോയാലോ. അങ്ങനെ ഭൂമി സൗഭാഗ്യപുരത്തോട്ട് പോവുകയാണ്. അപ്പം ഭൂമി അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് ഭൂമിക്ക് ഒരു വണ്ടി ഇങ്ങനെ ഭൂമിയെ ഫോളോ ചെയ്ത് വരുന്ന പോലെ ഭൂമിക്ക് തോന്നുന്നുണ്ട്. സൈഡ് കൊടുത്തിട്ടും കയറി പോകാണ്ടൊക്കെ ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പം ഭൂമി ഒരു നിമിഷം ആലോചിച്ചു, അച്ഛൻ പറഞ്ഞതുപോലെ ഇനിയിപ്പോൾ ഒരു പക്ഷേ അച്ഛനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച ആ കൊലയാളി എന്നെയും കൊല്ലാനായിട്ട് വരികയാണോ എന്നൊക്കെയുള്ള ഒരു ചിന്ത ഭൂമിയുടെ ഉള്ളിൽ വരികയാണ് കേട്ടോ. അങ്ങനെ ഭൂമി ഒരു നിമിഷം ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്നിട്ട് ഭൂമി നേരെ സൗഭാഗ്യപുരത്ത് പോവാണ്. ഈ സമയം നമ്മുടെ കമാലിനെ നമ്മുടെ ഭവാനി ഏർപ്പാട് ചെയ്ത് ഭൂമിയെ ഇന്ന് തന്നെ അങ്ങ് നികത്തിയേക്കണം എന്നുള്ളത് പറഞ്ഞേക്കണം. കാരണം എന്ന് വെച്ചാൽ ഇനി അവൾ ജീവിച്ചിരുന്നു കഴിഞ്ഞാൽ അത് എനിക്കും എൻ്റെ മകൾക്കും വലിയൊരു ഭാരം തന്നെയായിരിക്കും. കാരണം അവൾ ഇന്നിപ്പം അജയിനെ വിളിക്കുന്നുണ്ട്, ഏതോ കത്തിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് എന്തായാലും ഭൂമി ഇനി ജീവിച്ചിരിക്കാൻ പാടില്ല. കമാൽ ഇന്ന് തന്നെ ആ ഒരു ചാപ്റ്റർ ക്ലോസ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതനുസരിച്ചാണ് കമാൽ നമ്മുടെ ഭൂമിയെ ഫോളോ ചെയ്ത് ഇങ്ങനെ വരുന്നത് കേട്ടോ. അപ്പം ഭൂമി നേരെ പോകുന്നത് സൗഭാഗ്യപുരത്താണ്. അപ്പം കമാൽ ഒരു നിമിഷം വണ്ടി സ്ലോ ഇങ്ങനെ ചെയ്യണം. അല്ല, എവളിത് എങ്ങോട്ടാണ് പോണത്? സൗഭാഗ്യപുരത്ത് ഭവാനി മേഡത്തിൻ്റെ വീട്ടിലോട്ടാണല്ലോ പോണത്. അപ്പം ഇന്നും എന്തായാലും ഈ കേസ് നടക്കില്ല എന്ന് തോന്നുന്നു എന്നൊക്കെ ഇങ്ങനെ കമാൽ മനസ്സിൽ ആലോചിക്കണേ. എന്നിട്ട് നേരെ ഭൂമി അകത്ത് കയറി സൗഭാഗ്യപുരം ഗേറ്റ് കിടന്ന് അകത്തോട്ട് ചെല്ലുകയാണ്. എന്നിട്ട് കോളിംഗ് ബെല്ല് അടിക്കുകയാണ്. അപ്പോൾ ഇതേ സമയം നമ്മുടെ മുത്തശ്ശിക്കും സംഗീതയും മാധവനും അതുപോലെ ഭവാനി ഉൾപ്പെടെ ഭയങ്കര ടെൻഷനിലാണ്. കാരണം എന്ന് വെച്ചാൽ അഞ്ജനയ്ക്ക് എന്ത് പറ്റി, എന്തെങ്കിലും ഗുരുതരാവസ്ഥ ഉണ്ടോ എന്നുള്ളത്. കാരണം നമ്മുടെ സത്യദാസും അജയും കൂടെയാണ് ഹോസ്പിറ്റലിൽ അഞ്ജനെ കൊണ്ടുപോയിക്കുന്നത്. അപ്പോൾ ക്രിട്ടിക്കൽ സ്റ്റേജ് ഒന്നും അല്ല എന്നുള്ളത് ഇങ്ങനെ പറഞ്ഞായിരുന്നു. അത് കഴിഞ്ഞ് പിന്നീട് കാണിക്കുന്ന സീൻ എന്ന് പറയുന്നത് ഭൂമി വന്ന് കോളിംഗ് ബെല്ല് അടിക്കുമ്പോൾ സംഗീത ഓടി വന്ന് ഡോറ് തുറക്കുകയാണ്. ഇനിയിപ്പോൾ അജയൊക്കെ വന്നതാണോ എന്ന് കരുതിയിട്ട്. അപ്പോൾ നോക്കുമ്പോൾ ഭൂമി
വിളിക്കുകയാണ്, ആ മോളെ കയറി വാ എന്ന് പറഞ്ഞു. അപ്പോൾ ഭൂമി കയറി വരുമ്പോൾ സൗഭാഗ്യം മുത്തശ്ശി ആരാന്ന് ചോദിക്കുമ്പോൾ ഭൂമി അമ്മയെന്ന് പറയുന്നുണ്ട്. ആ മോളെ കയറി വാ. അപ്പോൾ ഞങ്ങളൊക്കെ ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നു. മോളെ അഞ്ജനയ്ക്ക് ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റി, എന്താ പറ്റിയ മുത്തശ്ശി എന്ന് ചോദിക്കുമ്പം മുത്തശ്ശി പറയുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല മോളെ, എന്നാലും അവൾ സ്റ്റെപ്പ് തെന്നിയിട്ട് മേളിൽ നിന്ന് താഴോട്ട് ഉരുണ്ട് വീണിട്ട് ചെറിയൊരു ബുദ്ധിമുട്ട്, ഫ്രാക്ചറേ ഉള്ളൂ എന്നാണ് വിളിച്ചപ്പോൾ പറഞ്ഞത്. ഞങ്ങൾ ആ ഒരു ടെൻഷനിലൊക്കെ ഇരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം ഭൂമി ഒരു നിമിഷം മനസ്സിൽ, അഞ്ജനയ്ക്ക് ഒരു കുഴപ്പവും ഇല്ലാണ്ടിരിക്കട്ടെ. കാരണം എന്ന് വെച്ചാൽ ഭൂമി അങ്ങനത്തെ ഒരു നിഷ്കളങ്കമായ മനസ്സുള്ള ഒരു കുട്ടിയാണ്. അവൾക്ക് അങ്ങനെ ആ ഒരു ഇപ്പം അഞ്ജന അന്നൊക്കെ അത്രയും മോശമായിട്ട് സംസാരിച്ചുവെങ്കിലും ആ ഒരു ദേഷ്യമോ വിരോധമോ ഒന്നും തന്നെ ഭൂമി മനസ്സിൽ പോലും ഭൂമി വെച്ചിട്ടില്ല. അങ്ങനെ ഭൂമി അതിനെക്കുറിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചൊക്കെ നിൽക്കണം. അപ്പോൾ ഈ സമയത്തേക്ക് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, അല്ല മോള് അജയെ കാണാൻ വന്നതാണോ എന്ന് ചോദിച്ചു. അതേ മുത്തശ്ശി, ഞാൻ അജയ് സാറിനെ കാണാനായിട്ട് വന്നതാന്ന് പറഞ്ഞു. അല്ല മോളെ, എന്തോ ഒരു കത്തിൻ്റെ കാര്യം എന്തോ മോള് പറഞ്ഞായിരുന്നല്ലോ, അതെന്തായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ, അതെ അച്ഛൻ മരിക്കുന്നതിന് മുന്നേ ഒരു കത്ത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് അച്ഛനെ കൊലപ്പെടുത്താനായിട്ട് ആരോ ശ്രമിക്കുന്നുണ്ടെന്നും അതുകൊണ്ട് മോള് വളരെ ശ്രദ്ധയോടുകൂടി ഒക്കെ മുന്നോട്ട് പോകണം എന്നുള്ള ഒരു കൊലയാളി നമുക്ക് പിന്നിലുണ്ട് എന്ന ഒരു ഇതാണ് ആ കത്തിൽ എഴുതിയിരിക്കുന്നത്. അപ്പം അത് സാറിൻ്റെ കൊടുക്കാനായിട്ട് ഞാൻ വന്നതാണെന്ന് പറയണം. അപ്പം മുത്തശ്ശി ചോദിച്ചു, അല്ല മോളെ, അതൊക്കെ ആദ്യമേ തന്നെ ആ കോടതിയിൽ ഉള്ള സമയത്ത് അത് കാണിച്ചിരുന്നെങ്കിൽ ഇന്ന് മോളുടെ അമ്മ ജയിലിലോട്ട് പോകേണ്ടി വരില്ലായിരുന്നു. അത് പറഞ്ഞപ്പം ഭൂമിക്ക് ഭയങ്കര സങ്കടമാവേണ്ട. അപ്പം ആ മുത്തശ്ശി പറയുന്നുണ്ട്, മോളൊന്നും കൊണ്ടും വിഷമിക്കേണ്ട കേട്ടോ, എല്ലാ കാര്യങ്ങളും ഈ കത്തൊക്കെ ഒന്ന് കാണിച്ച് എല്ലാ കാര്യങ്ങളും അമ്മയെ രക്ഷിക്കാനുള്ള എല്ലാ തെളിവുകളും മോള് കൊണ്ടുപോവാ. കാരണം ഇതിൻ്റെ പിന്നിൽ എന്തായാലും ഏതോ ഒരു കൊലയാളി മറഞ്ഞിരിക്കുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പാണ്. ഒരിക്കലും മോളുടെ അമ്മയ്ക്ക് ഇത്രയും വലിയൊരു കൃത്യം ചെയ്യാനുള്ള ഒരു ഇതുമില്ല, അങ്ങനെ ചെയ്യുന്ന ഒരു ആളും അല്ല മോളുടെ അമ്മയെന്നൊക്കെ മുത്തശ്ശിയും പറയുന്നുണ്ട്. അപ്പോൾ ഭൂമി കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, എൻ്റെ അമ്മ ഒരു തെറ്റും ചെയ്യേണ്ട ഒരു കൊലയാളിയെ പോലെ ഇപ്പോൾ ഇരുമ്പഴിക്കുള്ളിൽ കിടക്കുകയാണ് മുത്തശ്ശി എന്ന് പറയാണ്. മോള് സങ്കടപ്പെടല്ലേ, മോൾക്ക് എന്തായാലും മോള് കണ്ടോ ഒരു തെറ്റ് ഈ തെറ്റ്, അതായത് എന്നും തെറ്റ് ചെയ്തിട്ട് രക്ഷപ്പെടില്ലല്ലോ, ഒരു നാൾ എന്തായാലും സമൂഹത്തിൻ്റെ മുന്നിൽ ആ തെറ്റ് ചെയ്തവൻ ഇറങ്ങി വരികയും ചെയ്യും, അവനെ സമൂഹത്ത് കൊണ്ടുവന്ന് കോടതി ശിക്ഷ വിധിക്കുകയും ചെയ്യുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. തെറ്റ് ചെയ്യുന്നവൻ എന്നായാലും ശിക്ഷ അനുഭവിക്കേണ്ടി തന്നെ വരും മോളെ എന്ന് പറയണേ. അപ്പോഴേക്കും നമ്മുടെ ഭവാനി ഇതൊക്കെ കേട്ട് ഭവാനിയുടെ ഉള്ളിലൊരു കത്തലാണ്. കാരണം എന്ന് വെച്ചാൽ മുത്തശ്ശിയുടെ വാക്ക് ഇങ്ങനെ, അതായത് തെറ്റ് ചെയ്യുന്നവൻ എന്നായാലും പിടിക്കപ്പെടൂ എന്ന് പറയണ കേട്ടപ്പോൾ. അപ്പം ഭൂമി പറയുന്നുണ്ട്, മുത്തശ്ശി ഞാൻ പോവാം, എന്നാൽ പിന്നീട് വരാമെന്ന് പറഞ്ഞു. അല്ല മോൾ ഇവിടെ ഇരിക്കുക, ഈ സമയത്ത് ഇനി ഒറ്റയ്ക്ക് പോകണ്ടെന്ന് മുത്തശ്ശി പറയുകയാണ്. അജയ് ഇപ്പം തന്നെ എത്തുമെന്ന് പറഞ്ഞായിരുന്നു മോളെന്ന് പറഞ്ഞു. ഇല്ല മുത്തശ്ശി, ഞാൻ നാളെ സാറിനെ കണ്ടിട്ട് കൊടുത്തോളാം എന്ന് പറഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ ഭവാനി അങ്ങോട്ട് ചാടി വീഴേണ് കേട്ടോ. എന്നിട്ട് ഭവാനി പറയുന്നുണ്ട്, അല്ല ഭൂമി, മോൾ എന്തായാലും ആ കത്ത് അജയ്ക്ക് കൊടുക്കാനായിട്ട് വന്നേല്ലേ, എന്നാൽ കത്തിങ്ങി തന്നേക്ക്, ആൻറ്റി കൊടുത്തേക്കാന്ന് പറയുന്നുണ്ട്. എന്നാൽ ശരി ആൻറ്റി എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഭൂമി ആ കത്ത് ഭവാനിയുടെ കൊടുക്കുകയാണ്. കൈ കിട്ടിയെന്നും ഭവാനിക്ക് എന്തെന്നില്ലാത്തൊരു സമാധാനം. കാരണം എന്ന് വെച്ചാൽ ഇനി ഈ കത്ത് വഴി തന്നിലോട്ട് എങ്ങാനും ഈ കേസ് കറങ്ങി തിരിഞ്ഞെത്തിയാലോ എന്നൊരു ഭയപ്പാട് ഭവാനിയുടെ ഉള്ളിൽ വരെയാണ് കേട്ടോ. അങ്ങനെ ഭവാനി ആ കത്ത് മേടിച്ച് വെച്ചതും ഭൂമി ഒരു നിമിഷം ചിന്തിക്കുകയാണ്. അതായത് കൂടെ നിൽക്കുന്ന നിഴലിനെ പോലും മോൾ വിശ്വസിക്കരുത്, അതുകൊണ്ട് എല്ലാം നോക്കിയും കണ്ടും മാത്രം ചെയ്യണം എന്നുള്ളത് ആ കത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഭൂമി അപ്പം തന്നെ ആ വാക്കുകൾ ഓർത്തിട്ട് ആ കത്ത് ഭവാനിയുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ തട്ടിപ്പറിക്കും പോലെ മേടിക്കുകയാണ്. അല്ല ആൻറ്റി വേണ്ട, ഞാൻ കൊടുത്തോളാം എന്ന് പറയണം കേട്ടോ. എന്നിട്ട് ഭൂമി അവിടെ നിറങ്ങുകയാണ്. ആ ഭവാനിക്കാണെങ്കിൽ അടി കിട്ടിയ കണക്കായിപ്പോയി. ഒരു സമാധാനം ഒന്നും ആയി വന്നതായിരുന്നു, അപ്പോഴേക്കും അവളത് കളയാൻ വേണ്ടി അത് എൻ്റെ നിന്ന് മേടിച്ചു. എന്ത് പറയാനാ. എന്നിട്ട് ഭൂമി അവിടെ നിന്ന് യാത്ര പറഞ്ഞ് ഇറങ്ങുകയാണ് കേട്ടോ. ഈ സമയം നമ്മുടെ ഭവാനി കമാലിനെ വിളിക്കുകയാണ്. അതെ, അവൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്, ആ കത്ത് എൻ്റെ കയ്യിൽ വന്നതായിരുന്നു, എങ്ങനെയൊക്കെ വഴുതി വീണ്ടും പോയി. അതെ, ഇനി ഒന്നും നോക്കണ്ട, അവളുടെ കാര്യം അങ്ങ് തീർത്തേക്ക്, എന്നിട്ട് ആ കത്തും അങ്ങ് മേടിച്ചേക്കെന്നൊക്കെ പറഞ്ഞിട്ട് കമാലിന് ഓർഡർ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കമാൽ പറയുന്നുണ്ട്, മേഡം എന്തായാലും ടെൻഷനൊന്നും അടിക്കേണ്ട, ഈ കാര്യം ഞാൻ ക്ലോസ് ചെയ്തോളാമെന്ന് പറയുന്നുണ്ട് കമാൽ. അത് കഴിഞ്ഞ് പിന്നീട് ഭൂമി ഇറങ്ങി അങ്ങ് പോവേണം കേട്ടോ, വീട്ടിലോട്ട് പോവേണം. അപ്പോൾ ഈ സമയം നമ്മുടെ അജയിനെ
ഡോക്ടർ വിളിക്കുന്നുണ്ട്. അപ്പം ഡോക്ടർ പറയുന്നുണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല, ചെറിയൊരു കൈക്കൊരു ഫ്രാക്ചർ അത്രയേ ഉള്ളൂ, ഇപ്പം തന്നെ പോവാമെന്ന് പറഞ്ഞ് അഞ്ജനെ ഡിസ്ചാർജ് ചെയ്ത് അപ്പം തന്നെ വിടേനെ കേട്ടോ. അഡ്മിറ്റൊന്നും ആക്കേണ്ടി വന്നില്ല. ജസ്റ്റ് ഒന്ന് ബോധക്കേട് വന്നതുകൊണ്ട് ജസ്റ്റ് അവർ ഒന്ന് ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് കിടത്തി ആ കൈ ഒന്ന് ഇതാക്കി വിട്ടു എന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നീട് അജയും സത്യദാസും അഞ്ജനയ്ക്ക് നോർമലൊക്കെ ആയി ബോധമൊക്കെ വന്നു. അപ്പോൾ അവർ തിരിച്ച് വരാനായിട്ട് നിൽക്കുമ്പോൾ അഞ്ജനയുടെ മുഖം ഒരു തെളിച്ചൊന്നുമില്ല കേട്ടോ. അപ്പോൾ അഞ്ജനയുടെ അടുത്ത് സത്യദാസ് ചോദിക്കുകയാണ്, അല്ല മോള് സ്റ്റെപ്പൊക്കെ ഇറങ്ങുമ്പോൾ നോക്കി ഇറങ്ങണ്ടേ? അപ്പോൾ അഞ്ജന പറയുന്നുണ്ട്, അവൻ അജയ് കാരണം ഇങ്ങനെ സംഭവിച്ചത്, അവൻ ഈ രാത്രി തന്നെ പോലീസ് സ്റ്റേഷനിലോട്ട് പോകണമെന്ന് പറഞ്ഞു, ഏതെങ്കിലും പെണ്ണുങ്ങൾ വിളിച്ചു എന്ന് വെച്ചിട്ട് അപ്പം തന്നെ പോകണോ മോളെ? അത് അവൻ്റെ ഡ്യൂട്ടിയല്ലേ? പിന്നെ നീ പറഞ്ഞ എനിക്ക് ഏതെങ്കിലും ഒരു പെൺകുട്ടിയാണോ? ഭൂമിയല്ലേ, ഭൂമി, അവളുടെ കാര്യം മോളൊന്ന് ആലോചിച്ച് നോക്ക്. അമ്മയാണെങ്കിൽ ജയിലിൽ, അച്ഛനും നഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയല്ലേ, അവളെ നമ്മളെല്ലാവരും കൂടെ അല്ലേ ഒന്ന് സഹായിച്ചു കൊടുക്കേണ്ടത് എന്നിങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ അഞ്ജനയ്ക്ക് അത്ര വലിയ തെളിച്ചൊന്നുമില്ല കേട്ടോ സത്യദാസ് അത് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് അവരെല്ലാവരും വീട്ടിലോട്ട് എത്തുകയാണ്. വീട്ടിലെത്തിക്കഴിഞ്ഞ് മുത്തശ്ശിക്കും ഭവാനിക്കും സംഗീതയ്ക്കും എല്ലാവർക്കും സമാധാനമാവുകയാണ്, അഞ്ജനയ്ക്ക് വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ. അപ്പോൾ ആ സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട്, അജയ് ഭൂമി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അജയ് ചോദിക്കും, ഇവിടെയോ? നിന്നെ കാണാനായിട്ടോ ഏതോ കത്തിൻ്റെ കാര്യമോ എന്തോ കൊടുക്കാനൊക്കെയാണെന്നാണ് പറഞ്ഞത്. എന്തായാലും ആ കുട്ടി ഇരിക്കാൻ ഞാൻ പറഞ്ഞതാണ്, എന്നിട്ടും കേട്ടില്ല. അതിന് വല്ലാത്തൊരു വിഷമവും വല്ലാത്തൊരു ടെൻഷനും ഒക്കെയാണ്. പാവം, കണ്ടിട്ട് എൻ്റെ മനസ്സിന് എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ മോനെ, അതിൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാം തെളിഞ്ഞും മറിഞ്ഞും വന്നാൽ മതിയായിരുന്നു എന്നിങ്ങനെ സങ്കടപ്പെട്ട് എന്നെ മുത്തശ്ശിയും പറയണ. അപ്പോഴാ അജയ്ക്ക് ഒരു വല്ലാത്ത വിഷമം. പാവം, ഒരു പെൺകുട്ടി, അവൾ ഒറ്റയ്ക്ക് എല്ലാ കാര്യങ്ങളും ഈ തരണം ചെയ്യല്ലേ. ആ പോലീസ് സ്റ്റേഷനിൽ പോയി എനിക്കത് മേടിക്കാനും പറ്റിയില്ല. ചിലപ്പോൾ അവളുടെ അമ്മയെ രക്ഷപ്പെടുത്താനുള്ള എന്തെങ്കിലും പഴുതുകൾ അതിലുണ്ടെങ്കിലോ എന്നിങ്ങനെ അജയ് കരുതാണ്. അതുമാത്രമല്ല, ആ കത്തുമായിട്ട് പോകണം, അവൾക്ക് എന്തെങ്കിലും അപകടമോ അല്ലെങ്കിൽ അവളെ ആരെങ്കിലും അപായപ്പെടുത്താനോ ശ്രമിച്ചാലോ എന്നുള്ള രീതിയിൽ അജയ് പെട്ടെന്ന് എന്നെ വണ്ടി എടുത്തുകൊണ്ട്, മുത്തശ്ശി ഞാൻ ഇപ്പം തന്നെ വരാമെന്നും പറഞ്ഞ് പുറത്തോട്ട് പോവാൻ കേട്ടോ. അങ്ങനെ ഭൂമിയെ വിളിക്കുകയും ഭൂമി ഉള്ളിടത്തോട്ട് അജയ് ചെല്ലുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അജയ് എത്തിയതോടുകൂടി നമ്മുടെ കമാൽ പ്ലാൻ ചെയ്തിരുന്ന ആ ആക്സിഡൻറ്റ് കേസ് അങ്ങനെ അങ്ങ് തേഞ്ഞ് മാഞ്ഞ് പോവാണ് കേട്ടോ. കമാലിന് അയ്യടാ പറ്റിപ്പോയി, ഇപ്പം അങ്ങ് തീരേണ്ടതായിരുന്നു, അപ്പോഴേക്കും വന്നു കെട്ടിയെടുത്തെന്നും പറഞ്ഞുകൊണ്ട് അജയിന് പ്രാഗയാണ് കേട്ടോ. അപ്പം ഏകദേശം ഈ ഒരു സീനോട് കൂടെയാണ് ഇന്നത്തെ നമ്മുടെ ഇവർ വിവാഹിതരായാൽ പരമ്പരയുടെ ആ ഒരു എൻഡിങ് കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും അടുത്ത ദിവസം നമുക്ക് കാത്തിരിക്കാം പുതിയ വിശേഷങ്ങൾക്കായിട്ട്. എല്ലാവരും നമ്മുടെ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം തന്നെ നമ്മുടെ ചാനലായ സുമി മുഫാസ് മനസ്സിൽ എല്ലാവരുടെ സപ്പോർട്ട് കൂടി ഒന്ന് അപ്പാക്കി തരാം. അപ്പോൾ ടാറ്റ, ബൈ ബൈ, താങ്ക് യു, നല്ലൊരു ശുഭദിനം പറയുന്നു. താങ്ക് യു, ബൈ ബൈ.